ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? അൽഹംദുലില്ലാ എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞങ്ങളിവിടെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനില്ലേ എൻ്റെ കസിൻ്റെ കല്യാണത്തിന് ഉമ്മാൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം മുമ്പാണ് ഞാൻ പോയത്. അന്നേരം ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ഇതിൽ കുറേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഉമ്മാൻ്റെ വീട്ടിൽ പോയപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നത് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ എന്തെല്ലോ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും കാണുക, കണ്ട് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ആക്കുക, ഷെയർ ആക്കുക, എന്നിട്ട് സബ്സ്ക്രൈബ് ആക്കി ഒന്ന് സപ്പോർട്ട് ആക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളെ വിലപ്പെട്ട കമൻറ്റും കൂടി ഇതിൽ ഇട്ട് തരാം. അപ്പോൾ ഞാൻ നേരെ വ്ളോഗിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ ഞാനൊരു മഗ്രിബ് നേരത്തെ എടുത്തിട്ടുള്ളത്. മഗ്രിബല്ല, മഗ്രിബിന് കുറച്ച് മുമ്പേ ഞാൻ കിച്ചണിലോട്ട് പോവാം. അപ്പോൾ ഇതാ കുട്ടികളൊക്കെ കളിച്ചിട്ട് അവരുടെ ടോയ്സൊക്കെ ഒരു സൈഡിൽ വെച്ച് കൊടുത്തിട്ട് ഞാനിതാ ഡൈനിങ് റൂമിലൂടെ കിച്ചണിലോട്ട് പോവാം. അങ്ങനെ ഇതാ കിച്ചണിലെത്തി. ഗ്യാസ് സ്റ്റോപ്പാണ് കേട്ടോ ഇത് ഇവിടുത്തെ. അപ്പോൾ പിന്നെ ഇത് അവിടെ കുമ്പളങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ഹൽവ ഉണ്ടാക്കാമെന്ന്. അങ്ങനത്തെ ഞാൻ ഒരു വലിയ കുമ്പളങ്ങ കേട്ടോ, അതെടുത്തിട്ട് അതിനൊന്ന് ക്ലീൻ ആക്കാം ആദ്യം. എന്നിട്ട് രണ്ട് സൈഡ് കട്ടാക്കിയിട്ടില്ലേ തേങ്ങ ചിരകുന്നില്ലേ, അതിൽ ഞാൻ ചിരകി എടുത്തത് കേട്ടോ. ഞാൻ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ആക്കിയിട്ടൊന്നും എടുക്കാൻ പോയിട്ടില്ല. പെട്ടെന്നാവുമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് തോന്നിയത്. ഞാനിത് ഒരിടത്തും കണ്ടിട്ടില്ല ഇങ്ങനെ തേങ്ങ ചിരക്കുന്ന ഗ്രൈൻഡറിൽ ഇത് ചിരകി എടുത്തത്. എനിക്ക് തോന്നി ഇതിൽ എളുപ്പത്തിലാവുമായിരിക്കും എന്ന് തോന്നി ഞാനത് ചെയ്തതാണ്. പക്ഷെ ഞാൻ വിചാരിച്ചതിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് അതെനിക്ക് എടുക്കാനും പറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 2 പീസ് ആക്കിയിട്ട്, അല്ല 4 പീസാക്കി കേട്ടോ കുമ്പളങ്ങനെ. എന്നിട്ട് ഞാനിതാ ഇങ്ങനെ ചിരകിയെടുത്തു. തേങ്ങ ചിരകിയത് പോലെ ചിരകിയെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫൈനായിട്ട് തന്നെ എനിക്കത് കിട്ടിയിട്ടുണ്ട്. കുറച്ച് എടുക്കുമ്പോൾ കുറച്ച് മെസ്സാവും. അതൊക്കെ ക്ലീൻ ആക്കിയിട്ടാണ് ഞാൻ വെച്ചത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം എടുത്തതിന് ശേഷം എല്ലാം ഒന്ന് ക്ലീൻ ആക്കി വെച്ചതാണ്. അങ്ങനെ ഇതാ ഞാനൊരു പാൻ വെക്കാൻ അടുപ്പത്ത്. ഞാൻ ഒരു പരന്ന പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. തീ ഹൈയിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ ഇത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ആദ്യം ഒന്ന് വറ്റിച്ചെടുക്കുക. വറ്റിച്ചെടുക്കുമ്പോൾ ഗ്യാസിൻ്റെ അടുത്തുനിന്ന് ഈ അടുപ്പിൻ്റെ അടുത്തുനിന്നില്ല മാറി നിൽക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുക. എന്നിട്ട് അപ്പാടെ തന്നെ ഇതിലേക്ക് വെള്ളം വറ്റിയതിന് ശേഷം നിങ്ങൾ മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 7-8 സ്പൂൺ വരെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പെട്ടെന്ന് മെൽട്ടാക്കിയിട്ട് തീ ലോ ആക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് കുക്കാക്കിയിട്ട് എടുക്കണം കേട്ടോ. ഏതുവരെ കുക്കാക്കിയിട്ട് എടുക്കണം എന്നും പറഞ്ഞാൽ ഈ പാനിൽ നിന്ന് വിട്ട് വരണം കേട്ടോ. പാനിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ വിട്ട് വരണം. നല്ല നീറ്റായിട്ട് തന്നെ കാണണം പാന്. ഇപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ച് ഡ്രോപ്പ് റോസ് വാട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫുഡ് കളർ ഓപ്ഷനല്ല ഇത്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ആഡാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇളക്കുക. തീ ഇപ്പോൾ മീഡിയമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു 1 മണിക്കൂറോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതാ പാനിൽ നിന്ന് വിട്ട് വരാനൊക്കെ ഇത് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തീ ഓഫ് ആക്കുക. എന്നിട്ടൊന്ന് പ്ലേറ്റിംഗ് ആക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. പിന്നെ ഇതിന് കോമ്പിനേഷൻ ഇല്ലേ, ഇതിന് നല്ല കോംബോ എന്ന് പറയുന്നത് ഐസ്ക്രീമാണ്. ചൂട് ഹൽവയും ഐസ്ക്രീമും. വെനില ഐസ്ക്രീമാണ് കേട്ടോ, വേറെ ഒരു ഐസ്ക്രീമും വേണ്ട. വെനില കേട്ടോ നല്ല കോംബോ. അങ്ങനെ അതൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്, അങ്ങനെ ഐസ്ക്രീമോട് കൂടി അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്തത്. പക്ഷേ ഇല്ലേ, കൊണ്ടുവന്ന ഐസ്ക്രീം ഇല്ലേ അത് ചോക്ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് കുറച്ച് ഒരു ചോക്ലേറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു കയ്പ്പ് ടേസ്റ്റ് അതിലും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ വെനില വേണ്ടത് കേട്ടോ. പിന്നെ ഇപ്പോൾ തന്നെ ഞങ്ങൾ ചൂടോടെ കഴിക്കാൻ പോകുന്നില്ല. കാരണം ഐസ്ക്രീം വരണമെങ്കിൽ കുറച്ചും കൂടി സമയം എടുക്കും. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഇതാ പ്ലേറ്റിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഞാനിങ്ങനെ പരത്തി വെക്കാം. എന്നിട്ട് ഇതിൽ നട്ട്സിൻ്റെ ആവശ്യമില്ല കേട്ടോ ഡെക്കറേഷൻ്റെ. കാരണം ഇത് അങ്ങനെ തന്നെ കഴിക്കാനാണ് ഇഷ്ടം. പിന്നെ എന്തായാലും ഞാനത് ചെറുതായിട്ടൊന്ന് ഒരു ബാദാം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ടാക്കിയിട്ട് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. ഒരുപാട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടില്ല. കാരണം ഇവിടെ കുട്ടികളൊന്നും നട്ട്സ് കിട്ടി ആരും കഴിക്കൂല. അതുകൊണ്ട് ഞാനിതിലേക്ക് കാഷ്യൂ നട്ടൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് നാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തു പോയ ഒരു പ്രിപ്പയറിംഗാണ്. പക്ഷേ ഞാൻ വെച്ച് കൊടുത്ത സമയം കൂടിപ്പോയി. അതുകൊണ്ട് ഇതൊന്നും ഇല്ലേ ലിക്വിഡായിപ്പോയി. അതുകൊണ്ട് പിന്നെ നാൻ ഉണ്ടാക്കാൻ മറ്റൊരു ഡിഷ് ഉണ്ടാക്കി. അതും അതിനേക്കാളും സൂപ്പറായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഞാൻ 3/4 കിലോ മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് തൈര് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഇല്ലേ
ഒരു 1/4 കപ്പോളം ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂണോളം ഈസ്റ്റ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ആക്കിയിട്ട് ഇളം ചൂടുള്ള വെള്ളത്തിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല സ്റ്റിക്കി ആക്കിയിട്ട് തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടില്ലേ. പിന്നെ ഒരു 10-15 മിനിറ്റോളം ഇങ്ങനെ വലിച്ചിട്ട് ഇതിന് ഞാൻ മിക്സ് ആക്കിയിട്ട് ഈ സ്റ്റിക്കിയൊക്കെ പോകുന്നത് വരെ ഒന്ന് വലിച്ചിട്ട് ഞാൻ മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മാവ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോൾ പിസ്സ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് പിസ്സ ആയേനെ. പക്ഷെ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഇതെന്തായെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തതില്ലേ രാത്രിയായിരുന്നു. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഞാൻ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ അവിടെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ചെയ്തപ്പോൾ ഇല്ലേ എനിക്ക് പൊങ്ങി വന്നില്ല മാവ്. അതുകൊണ്ട് ഞാൻ രാത്രി ഇങ്ങനെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് രാത്രി ഇങ്ങനെ മിക്സിങ് ആക്കിയിട്ട് വെച്ച് കൊടുത്തു. കാലത്തേക്കാകുമ്പോൾ അത് കറക്റ്റായിട്ട് എനിക്ക് പൊങ്ങി കിട്ടി. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് നാനിൻ്റെ റെസിപ്പി. നിങ്ങൾ അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അത് വിചാരിച്ചിട്ട് ഞാൻ ഉമ്മാടെ വീട്ടിലും രാത്രിക്ക് ചെയ്തു പോയി. പക്ഷെ അവിടുത്തെ പോലെ തണുപ്പ് എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചതുപോലെ പൊങ്ങി പറ്റില്ല. വന്നത് വേറൊന്നാ കൂടിപ്പോയിട്ട് അത് സംഭവിച്ചത്. ഇതും കൂടി ലിക്വിഡായിട്ട് കുറച്ച് അതാ പിന്നെ പറയാം. അപ്പോൾ ഇത് പറ്റിയത്. ഐസ്ക്രീം ഒക്കെ ഇനി തിന്നാൻ അപ്പോൾ ഇത് പോവാം. ഐസ്ക്രീം ഒക്കെ വന്ന് കഴിക്കാൻ കഴിഞ്ഞു ആ പോവാട്ടോ. സമയത്ത്. അപ്പോൾ ഇത് ഇപ്പം ഞാൻ ഞാൻ എല്ലാ ബൗൾ എല്ലാവർക്കും വെച്ചിട്ട് വേണ്ടിയിട്ടുള്ള എല്ലാത്തിലും ബൗളിൽ ഐസ്ക്രീം മാത്രം ഇട്ട് ഇട്ട് കൊടുക്കാമെന്ന് വെച്ചതാണ്. വിചാരിച്ചത്. കുറച്ച് പക്ഷേ കുറച്ച് ഐസ്ക്രീം മാത്രം ഐസ്ക്രീം ആയിട്ട് പിന്നെ കുട്ടികളൊക്കെ അതിൻ്റെ വന്നിട്ട് സൈഡിൽ ഐസ്ക്രീമിൻ്റെ കുറച്ച് ബൗൾ കുറച്ചായിട്ട് എടുത്തോണ്ട് ഇങ്ങനെ പോയി. ഹൽവയും കൂടി ഇട്ട് അങ്ങനെ പിന്നെ വെക്കുന്നുണ്ട്. അവർ ഇപ്പോൾ ഈ പിന്നെ വീട്ടിൽ ഹൽവ തിന്നു. 8 അങ്ങനെ പിന്നെ പേരുണ്ടായിരുന്നു കേട്ടോ. വലിയവരായിട്ട് മാത്രമല്ല പക്ഷെ എല്ലാവർക്കും ഞങ്ങൾ ഹൽവയും ഐസ്ക്രീമും ഐസ്ക്രീമും വേണ്ടാന്ന് ഹൽവയും പറഞ്ഞു. അങ്ങനെ കഴിച്ചു. അവർ സെപ്പറേറ്റ് സെപ്പറേറ്റാണ് പാപ്പക്ക് കഴിച്ചത്. ഐസ്ക്രീം വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ച് മാത്രം പാപ്പക്ക് ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ഇതാ അടിപൊളിയായിട്ടുള്ള ഹൽവയും ഐസ്ക്രീമും റെഡിയായി. ഇങ്ങനെ കഴിച്ചു. നല്ലോണം സന്തോഷമായി തോന്നി മനസ്സിന്. എന്തായാലും സ്വീറ്റ് കഴിക്കുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം തോന്നുന്നുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ കാലത്ത് ഞാൻ ഇത് എടുത്തിട്ട് നോക്കുമ്പോൾ ഒരുപാട് സ്റ്റിക്കി ആയി പോയിട്ടുണ്ട്. ഇനി ഇത് എന്തായാലും കുഴച്ചെടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഇതിന് ഞാൻ ഓയിലിൽ ഡീപ്പ് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടോ ഗോലി ബജിയൊക്കെ ഉണ്ടാക്കുന്നില്ല അതുപോലെ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാനില്ലേ മല്ലിച്ചപ്പിൻ്റെ ചമ്മന്തിയും കൂടി ചട്നി അരച്ചിട്ട് അതുകൊണ്ടാണ് കഴിച്ചിട്ട് നല്ല കോമ്പിനേഷൻ. പിന്നെ കുറച്ച് മുട്ടാപ്പം കൂടി ആക്കിയിട്ടുണ്ട്. അതും ഞാനിങ്ങനെ യൂട്യൂബ് നോക്കിയിട്ട് തന്നെ ഉണ്ടാക്കിയതാണ്. നല്ല രസമായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് എല്ലാവരും വിചാരിച്ചത് ഒന്നായിട്ട് നാനിന് എല്ലാ മക്കളും വെയിറ്റിങ്ങിലുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാനും പറ്റിയില്ല. ഇൻഷാ അല്ലാ ഇന്നൊരു തവണ ഉണ്ടാക്കി കൊടുക്കാം അവർക്ക്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചാനൽ ഇവിടെ വൈൻഡപ്പ് ആക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ആക്കാൻ മറക്കല്ല കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കാൻ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സന്തോഷത്തിലിരിക്കുക. അപ്പം ഞാൻ എൻ്റെ ചാനൽ ഇവിടെ വൈൻഡപ്പ് ആക്കാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ഖുദാഫീസ്. ബൈ.